എന്തായാലും നന്നായി. BJP-യുടെ നേതാവ് ചില കൗൺസിലർമാരെയൊക്കെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയാണ്, CITUക്കാർ ഇത് കൊണ്ടുപോവുകയാണ്, കോടാനുകോടി വരുന്ന കേന്ദ്ര സർക്കാർ ഫണ്ട് കൗൺസിലർമാർ പോക്കറ്റിലിട്ട് അടിച്ചു മാറ്റുന്നു. ഇതൊക്കെയാണ് ഭാഗികമായി കോൺഗ്രസ് നേതാവും BJP നേതാവും ഏതാണ്ട് ഒരേപോലെ ഇവിടെ ചർച്ചയിൽ പറഞ്ഞത്. BJP നേതാവ് കൗൺസിലർമാർ പണം പോക്കറ്റിലിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള വിമർശനം ഞാൻ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് BJP-യുടെ തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ്, മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ മുമ്പ് പേര് മുഴങ്ങിക്കേട്ടിരുന്ന നേതാവ് ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലറാണ്. BJP നേതാവിന്റെ അനുഭവത്തിൽ കൗൺസിലർമാർ എന്ന് പറയുന്നത് കിട്ടിയാൽ താങ്കളുടെ അവസരത്തിലേക്ക് അല്ല, ഇത് മര്യാദയാണോ? കള്ളം പറയുമ്പോൾ മര്യാദ പറയില്ല. BJP നേതാവ് BJP അങ്ങ് സംസാരിച്ച ഇടപെടില്ല. അങ്ങേക്ക് പൂർണ്ണമായും അങ്ങയുടെ സമയം എടുത്തുകൊണ്ട് എന്ത് വൃത്തികേടും പറയാം. കാരണം അങ്ങ് BJP ആണല്ലോ, ഞാനത് ഇടപെടില്ല. വൃത്തികേട് പറയുന്നവരല്ല BJP-ക്കാർ. ശരി, മാന്യമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കണം. അദ്ദേഹത്തിന്റെ അവസരം അദ്ദേഹം വൃത്തികേട് പറയുന്നവരാണ് BJP. അങ്ങനെ ഇതിപ്പോ ഒരു സമൂഹത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ലേ, ആ വിഷയത്തിലേക്ക് വരും. ഇതിപ്പോ കേവല രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളുടെ വേദിയല്ലല്ലോ. ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ജെക്സി തോമസിന്റെ അവസരം പൂർത്തീകരിക്കട്ടെ, അദ്ദേഹം പറയാനുള്ളത് പറയട്ടെ. ഞാൻ താങ്കളിലേക്ക് വരാൻ താങ്കളുടെ അവസരത്തിൽ പറയൂ. ഞാൻ അമാന്യമായ ഒരു പദമോ ഒരു വാചകമോ ഒരു വാക്കോ ഒരു അക്ഷരമോ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. അക്കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഞാൻ രാഷ്ട്രീയം പഠിച്ചത് അങ്ങ് രാഷ്ട്രീയം പഠിച്ച സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും ഒരു ആലയിൽ നിന്നിട്ടല്ല. അതുകൊണ്ട് രാഷ്ട്രീയമാനിതയെക്കുറിച്ച് തൽക്കാലം അങ്ങയുടെ ക്ലാസ് എനിക്ക് വേണ്ടതില്ല. പിന്നെ കൗൺസിലർമാർ കാശടിച്ച് മാറ്റുന്നുണ്ടോ ഇല്ലയോ, ഞാൻ അങ്ങയെ പൂർണ്ണമായും തള്ളി പറയില്ല. അങ്ങയുടെ അനുഭവത്തിൽ BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടുത്തെ കൗൺസിലർമാരാണ്. അവരുടെ അനുഭവത്തിൽ നിന്നിട്ടായിരിക്കും അങ്ങ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. കാശടിച്ചു മാറ്റാത്ത കൗൺസിലർമാർ ധാരാളമുള്ള നഗരസഭയാണ്, കോർപ്പറേഷനാണ് കേരളത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ. അങ്ങ് മനസ്സിലാക്കണം. എല്ലാവരെയും BJP കൗൺസിലർമാരെ അളക്കുന്ന അതേ അളവുകോൽ വെച്ച് എല്ലാ കൗൺസിലർമാരെയും അളക്കല്ല്. പിന്നെ കോൺഗ്രസ് പ്രതിനിധി വൈകിയെങ്കിലും ഇവിടെ അംഗീകരിച്ചു, റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ തള്ളി പറയും. നല്ലത്. പക്ഷെ ബാഴ്സലോണ പ്രഖ്യാപനത്തെ സംബന്ധിച്ച് എന്തേ കോൺഗ്രസ് പ്രതിനിധി മിണ്ടുന്നില്ല? ഈ 5 വർഷമല്ലല്ലോ, പതിറ്റാണ്ടുകൾക്ക് പുറകിൽ ബാഴ്സലോണ പ്രഖ്യാപനം കേട്ട് തിരുവനന്തപുരം ലോകത്തിലെ ബാഴ്സലോണയാകുമെന്ന പ്രഖ്യാപനം ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടിയല്ലേ നിങ്ങൾ? ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ പ്രതിനിധി കൂടി ആയിട്ടല്ല നിങ്ങൾ ഇവിടെ വന്നു നിൽക്കുന്നത്. ബാഴ്സലോണ പ്രഖ്യാപനത്തിന് ആമേഴഞ്ചൻ തോടിന് മുമ്പിൽ എന്തേ അങ്ങേക്ക് അതിനെ സംബന്ധിച്ച് ഒരു വാക്കുച്ചരിക്കാൻ നാവ് പൊങ്ങിയില്ല? ബാഴ്സലോണ പ്രഖ്യാപനം നടത്തിയ തിരുവനന്തപുരം MP-യെ സംബന്ധിച്ച്, അദ്ദേഹം നടത്തിയിട്ടുള്ള മാലിന്യമുക്ത തിരുവനന്തപുരം പദ്ധതിക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള സംഭാവനയെ സംബന്ധിച്ച് എന്തേ കോൺഗ്രസ് നേതാവിന് ഒരക്ഷരം ഉരിയാടാൻ തോന്നിയില്ല? അപ്പൊ അതോടെയൊക്കെ പ്രേക്ഷകർ വിലയിരുത്തുന്നുണ്ട് എന്ന് കോൺഗ്രസ് നേതാവ് ആലോചിച്ചാൽ നല്ലത്. പിന്നെ ഉയർന്നു വന്ന വിമർശനം എന്താണ്? ഇങ്ങനെ ശേഖരിക്കുന്ന മാലിന്യ കൂമ്പാരം എവിടെ കൊണ്ടുപോകുന്നു? തിരുവനന്തപുരത്തെ ഓടയുടെ സ്ലാബിനടിയിൽ കൊണ്ട് തള്ളുകയല്ലേ എന്നാണ് കോൺഗ്രസ് നേതാവിന്റെ വിലയിരുത്തൽ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സാമാന്യ യുക്തികളുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ അംഗീകരിക്കാൻ കഴിയുന്നതാണോ? ചുരുങ്ങിയ പക്ഷം മാതൃഭൂമി ദിനപത്രം അല്പ ദിവസങ്ങൾക്ക് മുമ്പ് സംപ്രേഷണം ചെയ്തൊരു വാർത്തയുണ്ട്. 2-3 വാർത്തകളുണ്ട് കേരളത്തിന്റെ മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ച്. ആ വാർത്തയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു അനുഭവം എന്താണ്? കേരളത്തിൽ മാലിന്യ സംസ്കരണം വഴി, അതായത് നമ്മളുടെ നാട്ടിൽ വാതിൽപ്പടി സേവനം നടത്തിയ കേരളത്തിലെ ഹരിതകർമ്മ സേന വഴി ക്ലീൻ കേരള കമ്പനി സമാഹരിച്ച് തിരികെ നൽകിയ മാലിന്യ സംസ്കരണത്തിലൂടെ തിരികെ നൽകിയ തുകയുടെ വലിപ്പം എത്രയാണെന്ന് കോൺഗ്രസ് നേതാവിന് അറിയാമോ? എല്ലാ പത്രവും വായിക്കണ്ട, വല്ലപ്പോഴും മാതൃഭൂമിയെങ്കിലും എടുത്ത് വായിക്കണം. 9.79 കോടി രൂപയാണ് നമ്മളുടെ നാട്ടിലെ ഹരിതകർമ്മ സേനയിലെ മിടുമിടുക്കികളായ പെണ്ണുങ്ങൾ, നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ, അവർ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തിരുവനന്തപുരത്തെയും കേരളത്തെയും വീടുകളിൽ നിന്ന് ശേഖരിച്ചെടുത്ത മാലിന്യം വിറ്റ് നമുക്ക് സംഭാവന ചെയ്ത തുകയുടെ വലിപ്പമാണ് 9.79 കോടി രൂപ. ഒരൊറ്റ വർഷത്തെയാണ്, സർവകാല റെക്കോർഡാണ്. ഇത് എങ്ങനെ കൊണ്ടുപോകുന്നു, ആര് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് നേതാവിന്റെ സംശയം. എങ്ങനെയാണ്? അങ്ങയുടെ ഓർമ്മയിലില്ലേ ഓപ്പറേഷൻ അനന്തയെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ല, മുൻ ചീഫ് സെക്രട്ടറിയെ സംബന്ധിച്ച് അവതാരകൻ ചൂണ്ടിക്കാണിച്ചു. നല്ലത്. മുൻ ചീഫ് സെക്രട്ടറി ആണെങ്കിലും ഏതു കാലയളവിലാണെങ്കിലും നല്ലത് ചെയ്താൽ എല്ലാ നന്മകളെയും സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. പക്ഷേ അവതാരകൻ ഓർമ്മിക്കുന്നില്ലേ, കോൺഗ്രസ് നേതാവിന്റെ സർക്കാർ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഒരു വിളപ്പിൽ ശാല ഉണ്ടായിരുന്നില്ലേ, എരുമക്കുഴി ഉണ്ടായിരുന്നില്ലേ, പാളയം ഉണ്ടായിരുന്നില്ലേ, കൊല്ലത്ത് കുരിപ്പുഴ ഉണ്ടായിരുന്നില്ലേ, പത്തനംതിട്ടയിൽ മിനി സ്റ്റേഡിയത്തിനടുത്തുള്ള കേന്ദ്രം ഉണ്ടായിരുന്നില്ലേ, RRF യൂണിറ്റിനടുത്തുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ലേ, കോട്ടയത്ത് വടവാതൂരിൽ താന്നിക്കപ്പടി ഉണ്ടായിരുന്നില്ലേ, എറണാകുളത്ത് ബ്രഹ്മമംഗലം ഉണ്ടായിരുന്നില്ലേ, തൃശ്ശൂർ കൊടുങ്ങല്ലൂരും ഗുരുവായൂരും ഉണ്ടായിരുന്നില്ലേ, മലപ്പുറത്ത് തിരൂരും മലപ്പുറവും പെരിന്തൽമണ്ണയും ഉണ്ടായിരുന്നില്ലേ, പാലക്കാട് ആലത്തൂരും വടക്കഞ്ചേരിയും നെന്മാറയും ഉണ്ടായിരുന്നില്ലേ, കൊയിലാണ്ടിയും കോഴിക്കോടും മുതലക്കുളത്തിന് സമീപം ഉണ്ടായിരുന്നില്ലേ? ഇതെല്ലാം കേരളത്തിലെ കേന്ദ്രീകൃത മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രങ്ങളായി
ഉണ്ടായിരുന്നില്ലേ? വിളപ്പിൽശാലയിൽ ഹൈക്കോടതി വിധിയുടെ സ്വാധീനത്തെ തുടർന്ന് അന്നത്തെ UDF സർക്കാർ അവതാരകൻ ചൂണ്ടിക്കാണിച്ച അതേ സെക്രട്ടറി അധികാര കസേരയിൽ ഇരുന്ന കാലയളവിൽ ജനങ്ങളുടെ പ്രതിഷേധത്തിന് പുല്ലുവില കൊടുത്തിട്ടല്ലേ വിളപ്പിൽശാലയിലേക്ക് പിന്നെയും മാലിന്യം കൊണ്ടുപോകാൻ ശ്രമിച്ചത്? അന്ന് പ്രതിപക്ഷത്തായിരുന്ന CPIM നേതൃത്വത്തിൽ അവതാരകൻ ഓർമ്മിക്കണം, പ്രേക്ഷകർ മനസ്സിലാക്കണം, പ്രതിപക്ഷത്തായിരുന്ന CPIM നേതൃത്വത്തിൽ എരമക്കുഴിയും അതേപോലെ തന്നെ പാളയവും അതേപോലെ വിളപ്പിൽശാലയും എന്നേക്കുമായി അടച്ചുപൂട്ടി വികേന്ദ്രീകൃത മാലിന്യ നിർമ്മാർജ്ജനത്തിലേക്ക് കേരളത്തെ കൈപിടിച്ച് നടത്തിയ രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഇപ്പോൾ കേന്ദ്രീകരിച്ചുള്ള ബ്രഹ്മപുരത്തെ എന്ന് നോക്കാം. കേരള സഫോക്കേറ്റ്സ് എന്ന ട്വിറ്ററിലെ ഹാഷ്ടാഗ് നമ്മൾ കണ്ടതല്ലേ? എന്താ ബ്രഹ്മപുരത്തിന്റെ അവസ്ഥ? ആദ്യ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നില്ലേ? എറണാകുളത്ത് തെരുവിൽ മാലിന്യം വാരി വിതറി കിടക്കുന്നു. ഈ ചർച്ചയുടെ തുടക്കം സംസാരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വകുപ്പ് മന്ത്രി എറണാകുളത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയില്ലേ? ഇനി ബ്രഹ്മപുരത്തേക്ക് ഒരു മാലിന്യവും കൊണ്ടാകാൻ പറ്റില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. ആദ്യത്തെ 3-4 ദിവസം തെരുവുകളിൽ മാലിന്യം ഒഴുകി നടന്നു. പക്ഷെ പിന്നീട് സംഭവിച്ചത് ബ്രഹ്മപുരം ക്ലീൻ ആയി എന്ന് മാത്രമല്ല, അവതാരകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ എറണാകുളം അജൈവ ജൈവ മാലിന്യങ്ങളുടെ വികേന്ദ്രീകൃത മാലിന്യ നിർമ്മാർജ്ജനത്തിലേക്ക് നടന്നു കയറി. ഇന്ന് കേരളത്തിൽ വിളപ്പിൽശാല ഇല്ല, ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് എരമക്കുഴി ഇല്ല, ഇന്ന് കേരളത്തിൽ പാളയം മാലിന്യ കേന്ദ്രമല്ല, ഇന്ന് കേരളത്തിൽ കോട്ടയത്ത് താന്നിക്കപ്പടി മാലിന്യ കേന്ദ്രമല്ല, ഇന്ന് കേരളത്തിൽ കുരീപ്പുഴ മാലിന്യ കേന്ദ്രമല്ല, ഇന്ന് കേരളത്തിൽ പെരിന്തൽമണ്ണയും കൊയിലാണ്ടിയും മുതലക്കുളവും തുടങ്ങി കേരളത്തിലെ ഒരു കേന്ദ്രീകൃത മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രങ്ങളും മാലിന്യമില്ല. എങ്ങനെ ഇല്ലാതായി? ഓടയിൽ കൊണ്ട് തള്ളി എന്നാണ് കോൺഗ്രസ് നേതാവ് പറയുന്നത്. എന്താ ക്ലീൻ കേരള കമ്പനി? ഇവിടെ മന്ത്രി തൊട്ടുമുമ്പ് സൂചിപ്പിച്ചതാണ്, 30,217 ടണ്ണാണ് 2023 മാർച്ചിൽ ഒറ്റ വർഷം ക്ലീൻ കേരള കമ്പനി സമാഹരിച്ച മാലിന്യം. ഈ വർഷത്തിലേക്ക് വന്നപ്പോഴോ 61,947 ടൺ ക്ലീൻ കേരള മാലിന്യ കമ്പനി സമാഹരിച്ചതാണ്, റീസൈക്കിൾ ചെയ്തതാണ്. കോൺഗ്രസ് നേതാവിന് അറിയില്ലേ? മാതൃഭൂമി ദിനപത്രമെങ്കിലും എടുത്ത് വായിച്ചു നോക്കണം. എങ്ങനെ മാറി? നമ്മുടെ നാട്ടിൽ ഇവിടെ നടത്തപ്പെട്ടു എൻഫോഴ്സ്മെന്റ് പരിശോധനകളെ സംബന്ധിച്ച് 2.5 ലക്ഷമായിരുന്നു 2023 വരെ ഫൈൻ ഈടാക്കിയത്. 2024 ഒറ്റ വർഷത്തേക്ക് വന്നപ്പോഴോ 4.5 കോടി ഫൈൻ ഈടാക്കി. കേരളത്തിലെ സർക്കാർ മാലിന്യ വിഷയത്തിൽ ഇടപെട്ടതാണ്. RRF, ക്യാമറ സർവേലൻസ്, ബിന്നുകള്, അതേപോലെ തന്നെ മിനി MCFകൾ എത്രയായിരുന്നു? 7,444 ഉണ്ടായിരുന്ന മിനി MCFകൾ 18,000 ഒറ്റ വർഷം കൊണ്ട് മാറി. ഞാൻ പറയുന്നു, എല്ലാം പൂർണ്ണമായി എന്ന അവകാശവാദമില്ല. പക്ഷേ ഏതു സാധാരണക്കാരനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും കണ്ണഞ്ചിപ്പിക്കുന്ന മുന്നേറ്റം ഈ മേഖലയിൽ പരിമിതികളോടുകൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞ ട്രാക്ക് റെക്കോർഡുമായിട്ടാണ് മാലിന്യ നിർമ്മാർജ്ജന വിഷയത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് നേതൃത്വം നൽകുന്ന സർക്കാർ നിൽക്കുന്നത്. ക്ലീൻ കേരള കമ്പനി സമാഹരിച്ച മാലിന്യത്തിന്റെ ടണ്ണിന്റെ കണക്കും പറയാം. പക്ഷെ നമ്മൾ ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ദൃശ്യം, അതിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ ദൃശ്യം, മനുഷ്യർ ഈ രക്ഷാപ്രവർത്തകർ എങ്ങനെയാണ് ഒരു മൃതദേഹം അതിനകത്ത് ഇറങ്ങി തപ്പുന്നത് എന്ന കാഴ്ച കണ്ടതാണ്. അത് മാലിന്യമാണ് എന്ന് എന്തായാലും ജയിക്കിനറിയാം. അത്രയും വലിയ തിരുവനന്തപുരം നഗര ഹൃദയത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഇതുവരെ വരാത്ത ആളുകൾക്ക് പോലും എന്താണ് എന്ന് ബോധ്യമാക്കി കൊടുക്കുന്ന ദൃശ്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് അങ്ങ് സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് കണക്കുകൾ ഞങ്ങൾ ഇത്ര കോടിയുടെ ഇന്ന പ്രോജക്റ്റ് നടപ്പാക്കി എന്നൊക്കെ പറയാം. പക്ഷേ അടിസ്ഥാനപരമായ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഗൗരവപൂർണ്ണമായ ഒരു കാര്യമാണ്, അല്ലേ ജയിക്ക്? ഞാൻ അങ്ങയോട് ചൂണ്ടിക്കാണിച്ചല്ലോ, ഈ കാര്യത്തിൽ നമ്മൾ എല്ലാവരും ആത്മവിമർശനത്തോടുകൂടെ പരിശോധിക്കണം, തർക്കഭേദമില്ല. പക്ഷേ നാട്ടിൽ നടന്ന മാറ്റങ്ങളെ കാണാതിരിക്കൽ എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഒപ്പം അങ്ങ് ചൂണ്ടിക്കാണിക്ക് കേരളത്തിൽ വിളപ്പിൽശാല മുതൽ ബ്രഹ്മപുരം മുതൽ താന്നിക്കപ്പടി മുതൽ കുരീപ്പുഴ മുതൽ RRF സ്റ്റേഡിയം മുതൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കേന്ദ്രീകൃത മാലിന്യ എന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബ്രഹ്മപുരം. ആ മാലിന്യ കേന്ദ്രം അത്രയും ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഇനി കേന്ദ്രീകൃത പ്ലാന്റുകൾ എന്നുള്ളത് നടക്കുമെന്ന് ഞാനും വിചാരിക്കുന്നു.